താങ്കളെ ക്ഷണിച്ചിരുന്നില്ലേ? നേരും വന്നില്ല. ഇല്ല, എന്നെ ക്ഷണിച്ചിട്ടേ ഇല്ല ഇതുവരെ. മാസ്ക് ചെയ്യണോ ആ ഏരിയ? പ്രോട്ടോക്കോളാണത്. അത് വന്ദേ മാതരത്തിനുള്ള പ്രോട്ടോക്കോളാണ്. സർബാനന്ദ് സോനോവാൾ വന്നില്ലേ? വന്നില്ല. താങ്കളെ ക്ഷണിച്ചിരുന്നില്ലേ? നേരും വന്നില്ല. ഇല്ല, എന്നെ ക്ഷണിച്ചിട്ടേ ഇല്ല ഇതുവരെ. എന്നെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് അന്ന് അദ്ദേഹം വന്നപ്പം പ്രോട്ടോക്കോളാണ്, ഞാൻ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് അന്ന് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അതിനുള്ള അവകാശം അവർക്കില്ലേ? ഇല്ല. ഏതാ? അല്ല, അതെനിക്കറിയത്തില്ല. വന്ദേ മാതരം പാടുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. ഒരു വന്ദേ മാതരത്തിൻ്റെ പ്രോട്ടോക്കോളാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് വന്ദേ മാതരം പാടിയില്ല എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് പെട്ടെന്ന് പൊന്തി വന്നു. പക്ഷെ അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്ദേ മാതരം ആലപിക്കണമെങ്കിൽ അതിന് മര്യാദ കൊടുക്കുന്ന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കണം. അതിന് പിന്നെ പ്രത്യേകം മാസ്ക് ചെയ്യണം ഈ പരിപാടി നടക്കുന്നിടം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ്. ജനങ്ങൾക്ക് അവരുടെ ലിബർട്ടീസ് ഉണ്ട്. അവർ ചിലപ്പം കുഞ്ഞുങ്ങളാരെങ്കിലും ഓടി അതിൻ്റെ പേര് വിളിച്ച് ഈ വന്ദേ മാതരത്തിനിടയ്ക്ക് ഒന്ന് ഓടിയെന്ന് വരും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മര്യാദയില്ലായ്മ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കുന്ന ചടങ്ങുകളുമുണ്ട്. ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനിടയിൽ മാത്രമേ ഇത് ചെയ്യാവൂ. BJP-കാരോട് പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നത്. അതെ അതെ, അതവർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ പോയി. മാസ്ക് ചെയ്യണോ ആ ഏരിയ? പ്രോട്ടോക്കോളാണത്. അത് വന്ദേ മാതരത്തിനുള്ള പ്രോട്ടോക്കോളാണ്. നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പ്ലാറ്റ്ഫോമാണ്. കുറച്ച് നമ്മൾ എന്താണ് സെൻസിബിലിറ്റിയും കൂടെ ചേർക്കണമല്ലേ? അല്ലാതെ സ്നേഹം അല്ല, ആരായാലും ജനങ്ങൾ. അതൊന്നും പാർട്ടിക്കാരുടെ സ്വന്തമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വന്തമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ ഇതിന് അപമര്യാദ കൊടുത്താൽ അവർ ചോദ്യം ചെയ്യും. അതൊഴിവാക്കാൻ വേണ്ടിയാണ് പാർട്ടിക്കാർ മുന്നിട്ടിറങ്ങിയത്. എല്ലാത്തിനുള്ള പാർട്ടിക്കാരെ പ്രതിഷേധിച്ചേ അല്ല, ആണ് വേണ്ടേ? കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി.